ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. ക്രിസ്മസ് എക്സാം ഇപ്പോൾ കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദി. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഹിന്ദി ക്ലാസ് 7. ആദ്യം തന്നെ ഒരു സൂചന തന്നിട്ടുണ്ട്, ഒരു പാരഗ്രാഫ്. ആ പാരഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാം വായിക്കില്ല, മെയിനായിട്ട് ആൻസർ കീ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൂചന ഗണ്ട് പഠേ ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേ. ഇത് നിങ്ങൾ വായിക്കുക, എന്താണ് ഇതിൽ പറയുന്നതെന്ന്, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ബച്ചോം കോ കിസ് പർ ലഗാവത്ത, കുട്ടികൾക്ക് എന്തിനോടാണ് ഇഷ്ടമുണ്ടായിരുന്നത്? കിതാബോം പർ, കിതാബോം. അടുത്തത് അമ്മി और अब्बू का तोहफा क्या था? आंसर घर पर लाइब्रेरी बनाकर देना. അടുത്ത क्वेश्चन लाइब्रेरी घर की सबसे प्यारी जगह बन गई क्यों? तरह तरह की किताबें होने के कारण. അടുത്ത क्वेश्चन किताबों के महत्व पर 2 वाक्य लिखें जैसे किताबें हमारी अच्छी दोस्त है. അതിന്റെ ആൻസർ നോക്കാം. അപ്പോൾ ബുക്സിനെ കുറിച്ചുള്ള 2 സെന്റൻസസ് ആണ്. കിതാബേ ഹമാരി അച്ചി ദോസ്ത് ഹെ, किताबें हमें ज्ञान देती है और हमारा मार्गदर्शन करती है. അടുത്തത് ये धरती है उस किसान की कविता का ये अंश पढ़े और प्रश्नों के उत्तर लिखे എന്നാണ്. അപ്പോൾ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന കവിത തന്നിട്ടുണ്ട്. അത് വായിച്ച് 2 ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങൾ നമ്മൾ എഴുതണം. ഫസ്റ്റ് കവിതാംശ് മേ സ്വപ്ന കെ ലിയെ പ്രയുക്ത ശബ്ദ കോൺ സാ ഹെ ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ കാണിച്ചു തരാം. സപ്ന ആണ് കേട്ടോ അതിൻ്റെ ഉത്തരം. 2 कवितांश से ये आशय वाली 2 पंक्तियां चुनकर लिखे. किसान मिट्टी का पूर्ण पारगी है और ये धरती उसकी है. ഈ ഇത് വരുന്നത്, ഈ ഒരു മീനിങ് വരുന്നത് എടുത്തെഴുതണം. അതേപോലെ മിട്ടി മേ സോനെ കാ സപ്ന ദേക്കർ കിസാൻ ജീവൻ ബിതാ രഹാ ഹെ, ഈ ഒരു മീനിങ് വരുന്ന സെന്റൻസും ഇതിൽ നിന്ന് എടുത്തെഴുതണം. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ സ്വപ്ന എന്നുള്ളതിൻ്റെ കവിതയിൽ വരുന്ന വേർഡ് സപ്ന ആണ്. രണ്ടാമത് നമുക്ക് കിസാൻ മിട്ടി കാ പൂർണ്ണ പാർഗി ഹെ और ये धरती उसकी है എന്നുള്ളത് ഈ സെന്റൻസ്, ഈ ലൈൻസ് ആണ്. ये धरती है उस किसान की जो मिट्टी का पूर्ण पार्गी. അടുത്തത് മിട്ടി മേ സോനെ കാ എന്ന് തുടങ്ങുന്നത് ഈ ലൈൻസ് ആണ്. ഗപാ രഹാ ഹെ ജീവൻ അപ്ന, ദേഖ് രഹാ ഹെ മിട്ടി മേ സോനെ കാ സപ്ന. അടുത്തത് 3 സൂചന തും ജിയോ ഹസാറോ സാൽ, साल के दिन हो 50,000 कहानी का ये अंश पढ़े और प्रश्नों के उत्तर लिखे. അപ്പോൾ ഇത് വായിച്ചുകൊണ്ട് നമ്മളിതിൻ്റെ ആൻസേഴ്സ് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. നിമ്മി കിസ്കെ ബാരെ മേ സുന്ന ചാത്തി ഹെ? ആൻസർ ഗാലിബ് के बारे में. അടുത്ത ചോദ്യം आपके स्कूल में उर्दू शेर गालिब का जन्मदिन 27 दिसंबर को मनाने जा रहा है. इस अवसर पर उनके शेर पर गजल संध्या कार्यक्रम का आयोजन हो रहा है. इस कार्यक्रम के लिए एक पोस्टर तैयार करें. അപ്പോൾ ഗസൽ സന്ധ്യ ആണ് വരാൻ പോകുന്നത്. ഇതിനെ കുറിച്ചിട്ടൊരു പോസ്റ്റർ ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് പോസ്റ്റർ നോക്കാം. കണ്ടല്ലോ, ഗസൽ സന്ധ്യ, ഉറുദു ഷെയർ, ഗാലിബ് का जन्मदिन. അപ്പോൾ നമ്മൾ 27 ഡിസംബർ കൊടുത്തു. ഗാലിബ് का शेर पर कार्यक्रम, ഉദ്ദേശ് ഉറുദു ഷെയർ ഗാലിബ് का जन्मदिन മനാന, തിഥി 27 ഡിസംബർ, ഒരു ഇയറും കൂടി കൊടുത്തോളൂ. സ്ഥാൻ നിങ്ങൾ ഏതാണോ സ്കൂൾ, ആ സ്കൂളിലെ പേര് നിങ്ങൾ കൊടുത്തോളൂ. സ്കൂളിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കൊടുക്കുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതുപോലെ GVH എന്ന് മാത്രം കൊടുത്താലും മതി. സ്കൂളിലെ പേര് GV സ്കൂൾ എന്ന് കൊടുക്കുക. മുഖ്യ സന്ദേശ് തും ജിയോ ഹസാറോ സാൽ, സാൽ കെ ദിൻ ഹോ 50,000 യാ ഗാലിബ് കാ കോയി അന്യ പ്രസിദ്ധ. അപ്പോൾ ഇതുവരെ മതി കേട്ടോ മുഖ്യ സന്ദേശ്, ഇതൊന്നും വേണ്ട. ഇത്രയും കൊടുക്കുക സന്ദേശ്. എന്നിട്ട് സമ്പർക്ക് അധിക് ജാൻകാരി കെ ലിയെ സമ്പർക്ക് കരയെന്ന് കൊടുക്കുക. നിങ്ങളിത് ബുക്കിലേക്ക് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് ഒരു ബോർഡറൊക്കെ വരച്ച് എന്നിട്ടൊക്കെ ചെയ്യുക കേട്ടോ. 4A बारिश के बाद कहानी के ये अंश और पढ़े और प्रश्नों के उत्तर लिखे. ബാരിഷ് കെ ബാദ് കഹാനി എന്നുള്ള സെന്റൻസസ് ആണ് തന്നിരിക്കുന്നത്. ഇത് വായിച്ചുകൊണ്ട് ഉത്തരങ്ങൾ എഴുതണം. പ്രസ്താവ് പഠേ और സഹി വികൽപ്പ് ചുൻകർ ലിഖേ ആണ്. അപ്പോൾ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ പ്രസ്താവനകൾ തന്നിട്ട് ശരിയായത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരിയായത് ഈ രണ്ടാമത്തെയാണ്. ആ ഓർ ഇ ആണ് സഹി, അതായത് ആ ഓർ ഇ.
सारा पानी गुडली के ऊपर गिर गया, गुड्डू हंसते हुए भागा। അടുത്ത क्वेश्चन, हंसी मजाक में दिन बीत गया, गुड्डू यादों में गो गया और अपने അനുഭവ को लेकर गुड्डू की वह डायरी लिखी. അപ്പോൾ ഗുഡ്ഡുവിൻ്റെ ഒരു ഡയറിയാണ് നമുക്ക് അടുത്തത് എഴുതേണ്ടത്. ഗുഡ്ഡുവിൻ്റെ ഡയറിയാണ് കേട്ടോ ഇത്. ഡയറി എഴുതുമ്പോൾ നിങ്ങളൊരു ഡേ കൊടുത്തോളൂ, എന്തായാലും ഒരു ദിവസത്തിൻ്റെ ഒരു ഡേറ്റ് കൊടുക്കുക. സോറി, ഇതിലേക്ക് എഴുതാൻ പറ്റില്ല അത്ര, ഇതിലേക്ക് എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഡേറ്റ് കൊടുക്കുക കേട്ടോ. आज का दिन बहुत मज़ेदार था, बारिश के बाद सब कुछ बहुत ताज़ा लग रहा था। गुडली गोकुल गाय को ढूंढने गई और मुझे एक शरारत सूझी। मैंने चांदनी के पेड़ को जोर से हिला दिया, सारा पानी गुडली के ऊपर गिर गया और वह पूरी तरह भीग गई। मैं बहुत हंसा और भागने लगा। ये बहुत हंसी मजाक वाला पल था जिसे मैं कभी नहीं भूलूंगा. അടുത്തത് और क्वेश्चन ആണ് 4B सूचना, जन्नत के बच्चे फिल्मी लेखाയി अंश पढ़े और प्रश्नों के उत्तर लिखയാണ്. ജന്നത്ത് കെ ബച്ചയുടെ ഈ ഒരു സെന്റൻസസ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ളതാണ്. പ്രസ്താവ് പഠേ और സഹി വികൽപ്പ് ചുൻകർ ലിഖി. അപ്പോൾ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ വരുന്നത് ആയും ഇയും ആണ് കറക്റ്റ് കേട്ടോ. जूते गुम हो जाने की बात सुनकर ज़ारा उदास हो जाती है, जूते घूमने की बात जानकर अली को सजा मिल सकती है. അപ്പോൾ രണ്ടാമത്തെ ഇതാണ് ആൻസർ. ഞാൻ ഈ ടിക്ക് ചെയ്തിരിക്കുന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, जूते घूमने के बाद सोचकर अली बहुत उदास हो जाता है, अपने अनुभव को वह अली की वह डर. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഡയറി തന്നെയാണ് അഗൈൻ വരുന്നത്. डायरी में लिखता है अली की वह डर. അപ്പോൾ അലിയുടെ ഡയറിയാണ്. നമ്മളൊരു ഡേറ്റ് കൊടുക്കുക. आज का दिन बहुत बुरा था, मेरे कारण ज़ारा के जूते गो गए, मुझे बहुत डर लग रहा है कि आखिर अगर अम्मी अब्बू को पता चलता तो वे मुझे सजा देंगे. ज़ारा भी बहुत उदास है पर वह कुछ नहीं कह रही, हमारे पास नए जूतों के लिए पैसे भी नहीं है, अब हम स्कूल कैसे जाएंगे, मुझे कुछ समझ नहीं आ रहा. ओके, ആ രഹാ ഹേ നിട്ടോട്ടോ, ഇവിടെ ആ രഹാ ഹേ നിട്ടിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്തത് 5ാമത്തെ ए क्वेश्चन, भया हमारी चिड़िया रानी कविता की ये पंक्तियां पढ़े और प्रश्नों के उत्तर लिखिയാണ്. भया हमारी चिड़िया റാണിയിലത്തെ ഈ ലൈൻസ് വായിച്ചിട്ട് ആദ്യ ചോദ്യം വരുന്നത്, पक्षी के लिए कवितांश में प्रयुक्त शब्द कौन सा है? चिड़िया. പക്ഷിയുടെ चिड़िया എന്നാണ് വേറൊരു വേർഡ് വരിക. അടുത്തത്, कवितांश के आधार पर बच्चा और भया के बीच की बातचीत तैयार करें. അപ്പോൾ ബച്ച और ഭയ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കോൺവെർസേഷൻ. बच्चा, चिड़िया रानी तू क्या लाकर घोंसला बनाती है? भया, तिनका लेकर. बच्चा, तुम घोंसला कहाँ बनाती हो? भया, ऊंची डालों पर लटकाती हूँ. बच्चा, तुम गाने के लिए दाना कहाँ से लाती हो? खेतों से गिर दाना लाती हूँ. ओके, അപ്പോൾ ഇതാണ് കോൺവെർസേഷൻ വരിക. നെക്സ്റ്റ് വരുന്നത് 5B ആണ്. ബാരിഷ് കെ ബാദ് കഹാനി കാ യേ അംശ് പഠേ और प्रश्नों के उत्तर लिखिയാണ്. ബാരിഷ് കെ ബാദിലത്തെ നമുക്ക് ആദ്യ ചോദ്യം വരുന്നത്, ഗണ്ട് के आधार पर सही प्रस्ताव चुनकर लिखिയാണ്. ഇതിൽ കറക്റ്റ് ആയത് ഇതാണ്, ഗോകുൽ ഗയ്യ ബാരിഷ് के मौसम में दिखती है. അടുത്തത് രണ്ടാമത് क्वेश्चन, गुड्डू और गुडली गोकुल गैया के बारे में बातें करते हैं, उनके बीच की बातचीत लिखी. അവരുടെ ഇടയിലുള്ള കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് കേട്ടോ. गुडली, हाँ गुड्डू कितनी सुंदर है. गुड्डू, ये मकबली लाल रंग की कीड़ी होती है. गोकुल गाय. गुडली, ये बारिश के अलावा और किसी मौसम में दिखती ही नहीं है. गुड्डू, चलो इस माचिस की डिब्बी में इकट्ठा करके स्कूल में दोस्तों को दिखाएंगे. അടുത്തത് സൂചന, ചിത്ര ദേഖിയ और प्रश्नों के उत्तर लिखिയാണ്. ഈ ചിത്രം നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ചിത്ര के लिए शीर्षक दो, स्वच्छ भारत अभियान എന്നാണ് ഞാൻ ഇവിടെ ശീർഷകം കൊടുത്തിരിക്കുന്നത്. അടുത്തത് ചിത്ര का विवरण तैयार करेയാണ്. നമുക്ക് 4 വാക്യങ്ങളെങ്കിലും വേണം ഇതിനെ കുറിച്ചിട്ട് ഒരു വിവരണം. അപ്പോൾ നമുക്ക് നോക്കാം.
ये चित्र स्वच्छता के महत्व को दर्शाता है। इसमें कुछ बच्चे मिलकर अपने आसपास की जगह को साफ कर रहे हैं। एक लड़का कूड़ेदान में कचरे डाल रहा है जिस पर यूज में लिखा है। दूसरा लड़का झाड़ू से सूखी पत्तियां और कूड़ा साफ कर रहा है। एक अन्य लड़का पौधों को पानी दे रहा है जिससे हरियाली बनी रहे। ये चित्र हमें अपने वातावरण को स्वच्छ और हरा भरा रखने का പ്രേരണ देता है. അപ്പോൾ ഇനി 4 സെന്റൻസസ് നിങ്ങൾ എഴുതിയാൽ മതി. ഇതിൽ കുറച്ച് കൂടുതൽ സെന്റൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് 7ാം ക്ലാസ്സിന്റെ ഹിന്ദിയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.